مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم حكيما رفض له فليس يرى للقرب قبولا عند الله ബഹുമാനമുള്ള സാധാത്തുക്കൾ പ്രേമാക്കൾ സഹോദരങ്ങൾ നിർത്തി സംസാരിക്കുന്നില്ല. ഖാദിയുടെ ഉത്തരവാദിത്വവും മഹത്വവും എല്ലാം നിങ്ങൾ കേട്ടു കഴിഞ്ഞു. ഞാൻ ഈ അധികാരം എന്നെ തേടി വന്നതുകൊണ്ട് സ്വീകരിക്കുകയാണ്. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു, ലാ തസ്അലിൽ ഇമാറത, നീ ഒരു അധികാരം ചോദിച്ചു വാങ്ങാൻ പാടില്ല. വൈനൊത്ത മിനുകൈരി മസ്അലത്തിൽ ചോദിക്കാതെ നിനക്ക് നൽകപ്പെടുകയാണെങ്കിൽ നിനക്ക് സഹായം ഉണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഉള്ളാൽ അതുപോലെ വെളുത്തങ്ങാടി ഇത് മൊഴിപ്പോ ഈ സ്ഥലങ്ങളിലും അതുപോലെ ബാംഗ്ലൂരിലും എല്ലാം ഞാൻ ഈ സ്ഥാനം ഏറ്റെടുത്തത് അല്ലാഹു തആല നമ്മുടെ ഉസ്താദന്മാരുടെയും ശൈഖന്മാരുടെയും ദുആ കൊണ്ടും ബർക്കത്ത് കൊണ്ടും എന്നെ തേടി വന്ന ഒരു അധികാരമായതുകൊണ്ട് നാട്ടിലെ മസ്ലഹത്ത് ഞാൻ ജീവിക്കുന്ന കാലത്തോളം ജനങ്ങൾക്ക് നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയണം എന്ന നിലക്ക് മാത്രമാണ് ഇത് ഏറ്റെടുത്തത്. ബഹുമാനപ്പെട്ട താജുൽ ഉലമ റഹ്മത്തുള്ളാഹി അലൈഹി വലിയ മഹാനായിരുന്നു. അവരോട് ബന്ധപ്പെട്ട് ജീവിച്ചവർക്ക് മാത്രമേ അവിടുത്തെ മഹത്വം അറിയുകയുള്ളൂ. ഇൽമും ഇബാദത്തും ഒരുമിച്ച് കൂട്ടിയ ഒരു സയ്യിദ് ഖുറൈശി 700 കൊല്ലം മുമ്പ് നമ്മുടെ കേരളത്തിൽ വന്ന് ഇപ്പോൾ വളപട്ടണം അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് ജലാലുദ്ദീൻ ബുഖാരി റളിയല്ലാഹു അൻഹു അവരുടെ മകനായ കണ്ണൂർ സിറ്റിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് മൗലൽ ബുഖാരി തങ്ങൾ അവരെല്ലാം വലിയ വലിയ കറാമത്തിൻ്റെ ആളുകളായി അവരുടെ പരമ്പരയിൽ 700 കൊല്ലം മുമ്പ് ഇവിടെ കേരളത്തിൽ വന്ന ആ സാദാത്തുക്കളുടെ പരമ്പരയിൽ നിന്ന് വന്നതാണ് ബഹുമാനപ്പെട്ട താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ ബുഖാരി അൽ-മർഹൂം. അവരുടെ ജീവിതകാലത്ത് ഞാനും അവരുമായി വളരെ സന്തോഷത്തിലും മഹബത്തിലും ആണ് ജീവിച്ചത്. പുറത്ത് ആ വർക്കത്തും ഉണ്ടായിരിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. അതുപോലെ എൻ്റെ ഉസ്താദുള്ള ബഹുള്ളവരും തുടങ്ങിയ എല്ലാ ഉസ്താദന്മാരും ദുആ ചെയ്തതിൻ്റെ ബർക്കത്ത് കൊണ്ട് ഞാൻ രോഗം ബാധിച്ചതിലും സുഖപ്പെട്ട് ഇപ്പോൾ ഈ അധികാരങ്ങളെല്ലാം എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ ഏറ്റെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ.
നിങ്ങളെല്ലാവരും ദുആ ചെയ്യുക. നമ്മുടെ ഈ ഖളാ നല്ലപോലെ നടത്തിക്കൊണ്ടുപോകുവാനും ആവശ്യമായ ദീനിൻ്റെ വിധികളും നിയമങ്ങളും നിങ്ങളുടെ എല്ലാ ജമാഅത്തുകളിലും നടപ്പിൽ വരുത്താനും അത് പറയാനും കേൾക്കാനും സ്വീകരിക്കാനും എനിക്കും നിങ്ങൾക്കും അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും വളരെയധികം കാലം അല്ലാഹുവിൻ്റെ ദീനിന് ഖിദ്മത്ത് ചെയ്യാനുള്ള പരിശുദ്ധമായ ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. 27 മൊഹീദ്ദീൻ ജുമാ മസ്ജിദ് തോക്കെ എന്ന എൻ്റെ മഹലിൻ്റെ അഹ്ലുൽ ഹല്ലി എന്ന എൻ്റെ മഹലത്തിൻ്റെ അഹ്ലുൽ ഹല്ലി